ഹായ് മച്ചാമാരെ, ദിസ് ഇസ് യുവർ ഡ്രീം റൈഡർ. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് ക്യാമറ വാങ്ങണമെന്ന് വിചാരിച്ച് അവസാനം ഞങ്ങൾ ഇന്നലെ പോയിട്ട് എറണാകുളത്ത് പോയി ക്യാമറ വാങ്ങി. നിമ്മി ക്യാമറ സ്റ്റുഡിയോ അങ്ങനെയുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ച്. G7X വാങ്ങി, അതേപോലെ G7X സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത്. അത് നമ്മൾ അരുൺ സ്മോക്കിൻ്റെ കയ്യിലാണ് വാങ്ങിച്ചത്. പിന്നെ GoPro സ്പെഷ്യൽ ബണ്ടിലാട്ടോ, GoPro Hero7 അല്ലേ. ഇത് ഓൾറെഡി ഞങ്ങൾ ഇത് പൊട്ടിച്ചൊക്കെ നോക്കിയിരിക്കണേ. ജസ്റ്റ് ഞാനൊന്ന് ഇങ്ങനെ അൺബോക്സ് ചെയ്ത് കാണിച്ചത് കൊടുക്കണം. ഞങ്ങൾ ഓൾറെഡി ഇത് അൺബോക്സ് ഒക്കെ ചെയ്ത് ഇത് കണക്റ്റൊക്കെ ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മളെ GoPro. നിങ്ങൾ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും GoProൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് കിട്ടണേ ഇതണ്ട, ഇതേപോലത്തെ ഒരു ഗിംബലും എക്സ്ട്രാ ബാറ്ററിയും പിന്നെ ഒരു മെമ്മറി കാർഡും കിട്ടിയിരിക്കണേ. സ്പെഷ്യൽ ബണ്ടിലാണിത്. ഏകദേശം 26,500 രൂപയായി ഈ ഒരു സാധനത്തിന്. ഇതും വാങ്ങിച്ചു. ഇത് GoPro കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ട്രിപ്പിന് ഇവനും കൂടെ ഉണ്ടാവും. ഇനിയുള്ള ട്രിപ്പിനും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെന്താ പിന്നെ ഇതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള സംഭവമുണ്ട്. ഇത് പിന്നെ GoProൻ്റെ 2 സ്റ്റിക്കറുണ്ട്. പിന്നെ ഉള്ളത് മെമ്മറി കാർഡായിരുന്നു. മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ സാധനത്തിൽ ഇട്ടിക്കണേ. മെമ്മറി കാർഡ് ഒരു ബാറ്ററി ഇട്ടിക്കണേ. പിന്നെ എക്സ്ട്രാ ഉള്ള ഒരു ബാറ്ററിയാണത്. എടുത്ത് കൊണ്ടുപോകണം. ഇതാണ് എക്സ്ട്രാ ബാറ്ററി. പിന്നെ ഒരു USB കേബിൾ ഉണ്ട്, ഇത് കണക്ട് ചെയ്യുന്ന ടൈപ്പ് സി ആട്ടോ. പിന്നെ അതേപോലെ ഒരു മൗണ്ട് ഉണ്ട്, കർവ് മൗണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഇതിലൊരു ഗിംബൽ ഉണ്ട്. ഇതാണ്ടോ, GoPro നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വലിച്ച് നീട്ടാം, ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതിനൊക്കെ വ്ളോഗ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അടിയിൽ ട്രൈപ്പോഡായിട്ട് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതുണ്ടോ, ഇതേപോലെയൊക്കെ നമുക്ക് ട്രൈപ്പോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ആ സ്പെഷ്യൽ ബണ്ടിലായതുകൊണ്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഇത് കിട്ടൂല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക, സ്പെഷ്യൽ ബണ്ടിൽ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ബാറ്ററിയും ഇതേപോലത്തെ ഒരു ഗിംബലൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മളെ GoProയിലുള്ളത്. ഇതത് ഓഫ്. ഇനി നമുക്ക് G7X പരിചയപ്പെടാം. ഇതാണ് G7X Mark 2 ആണ്. ഇവിടെ കാണിച്ചു. ഇതാണ് സാധനം. സെക്കൻഡ് ഹാൻഡ് ആണ്, നമ്മൾ അരുൺ സ്മോക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് അതിൻ്റെ എന്താ പറയുക, ഇതാണ് ക്യാമറ. ഇതുണ്ടോ, ഓൾറെഡി ഇതിൽ ബാറ്ററിയും മെമ്മറി കാർഡൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ മുഖം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. കാരണം നമുക്ക് ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ആ ഫ്രെയിം എന്നുള്ളതൊക്കെ കറക്റ്റ് കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വ്ളോഗേഴ്സും ഈ G7X ചൂസ് ചെയ്യണത്, Mark 2. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ ഇതിന് ഏകദേശം ഒരു 24,000 രൂപയായി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ. ഇതിനിപ്പോൾ ഏകദേശം ഇല്ലേ ഒരു 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. അവനാകെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. 2 വർഷം വാറൻറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചാർജറുണ്ട്, ബാറ്ററി കുത്തിക്കാൻ പറ്റിയതാണ്. ചാർജറുണ്ട്. പിന്നെ ബില്ലും കാര്യങ്ങളൊക്കെ. ഇത് യൂസർ മാനുവൽ, അതിൻ്റെ G7X യൂസർ മാനുവൽ. ക്യാമറ പിടിച്ചാൽ പിന്നെന്താ, പിന്നെ അതായത് വാങ്ങിച്ച ബില്ലൊക്കെ ഉണ്ടാവും. ഏകദേശം ഇതാണ് അതിൻ്റെ ബില്ല്. ബില്ലിൽ ഏകദേശം 38,000 സംതിങ്, 37,000 സംതിങ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ മച്ചാന്മാരെ, ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഇന്നത്തെ വ്ളോഗ്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ 2 ക്യാമറയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്ന് വീഡിയോസൊക്കെ വരും. ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും പ്രശ്നത്തിലായിരുന്നു. ഇപ്പോൾ 1 മാസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും പരാതിയാണ്, എന്താ വീഡിയോ ഇടാത്തതെന്ന്. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫായിസ് ഉണ്ട്, പിന്നെ ഷെരീഫും ഉണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മളെല്ലാ വീഡിയോസിലും ഈ 2 ക്യാമറകളായിരിക്കും. നല്ലപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളി വീഡിയോസ് ആയിരിക്കും ഇനി വരിക. അപ്പോൾ എല്ലാവരോടും ഇനി ഡെയിലി വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പഴയ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്താ പറയുക, അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. ശരി.